ഉള്ളവരിൽ പ്രത്യേകിച്ച് 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഓൾമോസ്റ്റ് 70-75% ആൾക്കാർക്ക് സന്ധിവേദന സാധാരണയായി കണ്ടുവരാറുണ്ട്. ഇത് പ്രത്യേകിച്ചും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം വളരെ കോമൺ ആയിട്ട് നമ്മുടെ സന്ധികളിൽ അതിയായ വേദന, നടക്കുമ്പോൾ കഠിനമായ വേദന, ഇരുന്ന് എണീക്കുമ്പോൾ വേദന, അതുപോലെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെ വളരെ കോമൺ ആണ്. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സന്ധിവാദത്തെക്കുറിച്ച്, അവയുടെ ലക്ഷണങ്ങൾ, ശരിയായ ലക്ഷണങ്ങൾ, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, മരുന്ന് കഴിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ തുടങ്ങിയവയെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. സന്ധിവാദത്തെക്കുറിച്ച് കൂടുതലായി പറയാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ അൻവർ മർത്യ, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ. വെൽക്കം ടു ദ പ്രോഗ്രാം സർ. സർ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥ? സന്ധിയുടെ അറ്റത്തുള്ള ഒരു വളരെ മിനുസമുള്ള ഒരു പ്രതലമാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. വയസ്സ് കൂടുന്നതനുസരിച്ചിട്ട് കാർട്ടിലേജിൽ ഡാമേജ് വരികയും കാർട്ടിലേജിന് താഴെയുള്ള ഈ എല്ലുകൾ തമ്മിൽ അടുക്കുകയും അതുകൊണ്ട് പേഷ്യൻസിന് വേദന ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. സാധാരണ മെഷീൻസിലൊക്കെ വരുന്ന പോലുള്ളൊരു വേറൻറ്റെയർ നമ്മൾ യൂസ് അനുസരിച്ചിട്ടുള്ള വേറൻറ്റെയർ ആണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ പറ്റി ഞാനൊരു അനിമേഷൻ കാണിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാം. ഇത് ഇടുപ്പിൻ്റെ എല്ലിൻ്റെ സന്ധിയാണ്. ഇവിടെ രണ്ട് പ്രതലങ്ങളിലും വൈറ്റായിട്ട് കാണുന്നതാണ് കാർട്ടിലേജ്. ആ കാർട്ടിലേജിന് ഡാമേജ് വന്നു, ഇല്ലെങ്കിൽ വേറൻറ്റെയർ വന്നു, കാർട്ടിലേജ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തെ എല്ലുകളും കൂട്ടി മുട്ടുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ രോഗിക്ക് വളരെയധികം വേദനയും സന്ധികൾക്കുള്ള അനക്കം വളരെ കുറയുന്നതും ഉള്ള പ്രക്രിയയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. വേദനയും ഉണ്ടാവും. അതിൻ്റെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ മിനുസം പോകുന്നത് കൊണ്ട് സന്ധികൾക്കുള്ള മൂവ്മെൻറ്റും വളരെ കുറയും. അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് പ്രായധിക്യം അല്ലാതെ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? അല്ലാത്ത കാരണങ്ങൾ ശരിക്കും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ചില ആൾക്കാരിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വളരെ ചെറുപ്പത്തിൽ തന്നെ വരും, ചില ആൾക്കാരിൽ വളരെ ലേറ്റായിട്ട് വരും. ചെറുപ്പത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നത് വെയിറ്റാണ്, ഒബീസിറ്റി. രണ്ടാമതായിട്ട് വരുന്നത് ഈ സന്ധികൾക്ക് എന്തെങ്കിലും മുമ്പ് പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സന്ധികളുടെ കാർട്ടിലേജിന് അപ്പം തന്നെ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ടാവും. ആ ഡാമേജ് മൂലം സന്ധികൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വളരെ വേഗം വരാം. മൂന്നാമതൊരു കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാലുകളുള്ള നീളത്തിലുള്ള വ്യത്യാസം. ചിലപ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസമായിരിക്കും നീളത്തിലുണ്ടാവുക. അങ്ങനെ ഉണ്ടായാൽ രണ്ട് ജോയിൻറ്റുകൾക്കുള്ള ആ സ്ട്രെസ്സ് വ്യത്യാസം വന്നുകൊണ്ട് ഒരു സന്ധികൾക്ക് മാത്രം കൂടുതൽ ലോഡ് വന്നതുകൊണ്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവുക? സാധാരണ ഒരു രോഗി ഒരു മനുഷ്യൻ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നന്നായിട്ട് നടക്കുന്ന ആൾ വളരെ കുറച്ച് നടക്കുമ്പോൾ തന്നെ അതിൽ വേദന വരാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ആ സന്ധികൾക്ക് ഒരു വീക്കം വരും. ആ സന്ധിയുടെ ഉള്ളിൽ കുറച്ചൊരു സൈനോയിൽ ഫ്ലൂയിഡ് നീര് കൂടുന്നതുകൊണ്ടാണ് അവിടെ വീക്കം വരിക. മൂന്നാമതായിട്ട് ആ ജോയിൻറ്റിനുള്ള മൂവ്മെൻറ്റ് കുറയും. വളരെയധികം മുട്ടൊക്കെ നല്ലോണം മടക്കി കുത്തിരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ മുട്ട് മടക്കി കുത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. സർ, ഏതൊക്കെ സന്ധികളാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എഫക്റ്റഡ് ആവുന്നത്? ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നീ ജോയിൻ്റ് ആണ്, മുട്ടാണ്. അതിനെ പിന്നെയാണ് ഹിപ്പ് ജോയിൻറ്റ് അല്ലെങ്കിൽ ഇടുപ്പിലെ സന്ധി, പിന്നെ ഷോൾഡർ ജോയിൻറ്റ്. ഇത് മൂന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്ന സന്ധികൾ. സാറേ, ഈ നീ ജോയിൻ എന്ന് പറയല്ലോ, ഈ ഹീൽ ഷൂസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേറൻറ്റെയർ വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ? ഹൈ ഹീൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? ഇല്ല, അങ്ങനെയില്ല. കുറച്ചും കൂടി ജോയിൻറ്റ്സിൽ ഡാമേജ് വരാനുള്ളത് ഹൈ ഇമ്പാക്ട് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ജമ്പിങ്, അതിലൊക്കെ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. സാർ, ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മറ്റ് ആർത്രൈറ്റിസ്, അതായത് ആമവാദം തുടങ്ങിയ അതിന് എന്താണ് വ്യത്യാസം വരുന്നത്? ഇത് എന്തുകൊണ്ടാണ് വ്യത്യാസം? പേഷ്യൻസിന് മറ്റ് വിധത്തിലെ ആർത്രൈറ്റിസുകളിൽ വേദനകൾ കൂടുതൽ രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ എണീറ്റ ഉടനെ ആയിരിക്കും.
അതേസമയത്ത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ സാധാരണ വേദന വരുന്നത് രോഗി ചലിക്കുന്നതനുസരിച്ചിട്ടും രോഗി ജോലി ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും. സന്ധിവാതം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ കാര്യമായിട്ട് ആർട്ടിക്കുലാർ കാർട്ടിലേജിനാണ് ഡാമേജ് വരിക. പക്ഷേ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അതുപോലത്തെയുള്ള ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ ആദ്യം ഈ സന്ധികളുടെ ചുറ്റുമുള്ള ക്യാപ്സ്യൂൾ അതിൽ നീർക്കെട്ടുണ്ടായിട്ട് പിന്നെയാണ് കാർട്ടിലേജിൻ ഡാമേജ് വരിക. ഞാൻ അത് കാണിച്ചു തരാം. സന്ധികളുടെ ചുറ്റുമുള്ള ഈ ക്യാപ്സ്യൂളിൽ നീർക്കെട്ട് വന്നിട്ട് ഇൻഫ്ലമേഷൻ വരും. അതാണ് ക്യാപ്സ്യൂള് സ്വല്ലൻ ചെയ്ത് വരും. ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള നീർക്കെട്ട് കൊണ്ടാണ് പിന്നെയാണ് കാർട്ടിലേജിന് ഡാമേജ് വരിക. അതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ സംഭവിക്കുക. പക്ഷേ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ അതുപോലെയല്ല, കാർട്ടിലേജിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഡാമേജ് കൊണ്ടാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സംഭവിക്കുക. സാർ, ഇത് സന്ധിവാതം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്? സന്ധിവാതം സാധാരണമായിട്ട് ഡോക്ടർ രോഗിനെ പരിശോധിക്കുമ്പോൾ തന്നെ ആ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ തന്നെ ഒരു ഡോക്ടർക്ക് ആ സന്ധിവാതം എന്നുള്ളത് മിക്കതും മനസ്സിലാവും. രോഗിക്ക് കാലിൻ്റെ മുട്ടിൻ്റെ സന്ധിവാതം ഉണ്ടെന്നുണ്ടെങ്കിൽ വളവ് ഉണ്ടാവാം. അതുകൊണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ എക്സ്റേ എടുക്കും. കാലിൻ്റെ മുഴുവനായിട്ട് കാല് നിൽക്കുന്ന ഒരു എക്സ്റേ എടുക്കും. പിന്നെ രോഗി നിന്നുകൊണ്ട് രോഗിയുടെ ഫുൾ വെയിറ്റ് ആ മുട്ടിലോട്ടേക്ക് കൊടുത്തുകൊണ്ടുള്ള എക്സ്റേ എടുക്കും. രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ളത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അതിലിപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദമാണോ ലാമവാദമാണോ അതുപോലത്തെ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ESR, CRP, റുമറ്റോയിഡ് ഫാക്ടർ അതുപോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യും. പിന്നെ മൂന്നാമതായിട്ട് ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുവാണെന്നുണ്ടെങ്കിൽ രോഗിക്ക് വളരെയധികം വേദനകൾ ഉണ്ടാവുകയാണെങ്കിൽ, എസ്പെഷ്യലി കാൽമുട്ടിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ മുട്ടിൻ്റെ ഇടയിൽ കുറേ 2 ലിഗമെൻറ്റുകളും മെനിസ്കസ് ഒക്കെ ഉണ്ട്. അതിന് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ, ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ട് അത് മോശമായി പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് MRI സ്കാനിങ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ എന്തൊക്കെ തരം ചികിത്സാ രീതികളാണ് ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ ആമവാദത്തിൽ? ഇത് വരാനുള്ള കാരണം ഒന്നോ രോഗി വളരെ ഒബീസ് ആയതുകൊണ്ടായിരിക്കും, വെയിറ്റ് കൂടുതലുണ്ടാവാനായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം മുട്ടോ അല്ലെങ്കിൽ ആ സന്ധിനെയോ വളരെയധികം ഹൈ ഇമ്പാക്റ്റ് ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കാം. മുട്ട് കൂടുതൽ സമയം മടക്കി കുത്തിരിക്കുന്ന ജോലികൾ, ഈ കാർപ്പൻറ്റേഴ്സ് അല്ലെങ്കിൽ മേസൻസ് അതുപോലത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ മുട്ട് മടക്കി കൂടുതൽ സമയം കുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്താൽ തന്നെ രോഗിയുടെ കുറേ പ്രോബ്ലംസ് മാറിക്കിട്ടും. നമ്പർ 2, പേഷ്യൻസ് വെയിറ്റ് കുറക്കാനുള്ള ഒരു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഉപയോഗം രോഗിക്ക് വെയിറ്റ് കുറച്ചതുകൊണ്ടൊക്കെ ഉണ്ടാവും, അത്രയും പ്രഷർ കുറയുന്നത്. മൂന്നാമതായിട്ട് രോഗികൾക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റെപ്പായിട്ട് കയറാണ്ട് ഓരോ സിംഗിൾ സ്റ്റെപ്പായിട്ട് കയറുന്നതായിരിക്കും രോഗിക്ക് ഉത്തമം. മെഡിസിൻസിൽ കുറേ വിധത്തിൻ്റെ മെഡിസിനുകളുണ്ട്. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് 2 വിധത്തിലാണ്. ഒന്ന് വേദന സംഹാരിണികളും അതിൻ്റെ അകത്തുള്ള ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള മരുന്നുകളും, അത് ഒരു ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് അതിൻ്റെ കാർട്ടിലേജ് നന്നാക്കാനുള്ള മരുന്നുകൾ. ഇതിലേതെങ്കിലും ഒന്നോ ഡോക്ടർ 2ഉം പ്രിസ്ക്രൈബ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരെണ്ണം മാത്രം പ്രിസ്ക്രൈബ് ചെയ്യും. തിരിച്ച് പൂർവ്വസ്ഥിതിയിലെത്താൻ സാധിക്കുമോ? തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ ഒരിക്കലും എത്തൂല എന്ന് പറഞ്ഞാൽ ഇതൊരു വേരൻ ടയറാണ്. ഒരു മനുഷ്യൻ്റെ വാർദ്ധക്യം പോലെ അല്ലെങ്കിൽ വയസ്സനുസരിച്ചിട്ടുള്ള കാർട്ടിലേജ് ഡാമേജാണ്. ചെറിയ ഡാമേജുകൾ മാത്രം ബോഡി ഹീൽ ചെയ്യും. വളരെയധികം കാർട്ടിലേജിന് ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹീൽ ചെയ്യില്ല. സാർ, ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഒരു പേഷ്യൻറ്റിന് കാര്യമായ റിലീഫ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജിക്കൽ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ട്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ സന്ധി മാറ്റിവെക്കൽ അല്ലെങ്കിൽ ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റ് സർജറിയാണ് ചെയ്യൽ. അതിൻ്റെ മെത്തഡൊന്നും ഞാൻ കാണിച്ചു തരാം. മുട്ടിൻ്റെ ഉള്ളിലുള്ള ഇതുപോലത്തെയുള്ള കാർട്ടിലേജ് ഡാമേജുകളെ നമുക്ക് ക്ലിയർ ചെയ്യാനും ഇതുപോലെയുള്ള ലൂസായിട്ടുള്ള കിടക്കുന്ന ലൂസ് ബോഡീസ് അത് റിമൂവ് ചെയ്യാനും പറ്റും. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് രോഗിയുടെ വേദന വളരെയധികം മാറലും അതുപോലെ തന്നെ സന്ധിക്ക് ഉള്ള മൂവ്മെൻറ്റ് വളരെയധികം കൂടിക്കിട്ടാനും ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ചികിത്സ വളരെ ലേറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഫലപ്രദമാവില്ല. അതേസമയത്ത് കുറച്ചൊരു മോഡറേറ്റ് ലെവലുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നമ്മൾ ഈ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് മുട്ട് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ നമുക്ക് കഴിയുന്നതും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും.
ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി അഥവാ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതെങ്ങനെയാണ് ചെയ്യുന്നത്? സന്ധി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിൽ നമ്മൾ ഈ എല്ലിൻ്റെ അറ്റത്തുള്ള ആ കാർട്ടിലേജ് ഓൾറെഡി പോയിട്ടുണ്ടാവും. ആ കാർട്ടിലേജ് പോയ സ്ഥലങ്ങളിൽ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതിന് പകരമായിട്ട് കാർട്ടിലേജ് പോലെയുള്ള മിനുസമായിട്ടുള്ള പ്രതലങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇടുപ്പിൻ്റെ എല്ലിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിലൂടെ ഇതിൽ കാണിക്കുന്നത്. ഈ വൈറ്റായിട്ട് കാണുന്നതാണ് കാർട്ടിലേജ്. കാർട്ടിലേജ് ലോസ് ആവുന്നതനുസരിച്ചിട്ട് ആ രണ്ട് എല്ല് അടുക്കുകയും രോഗിക്ക് വളരെയധികം വേദനയും ജോയിൻറ്റിലുള്ള മൂവ്മെൻറ്റ് കുറയുകയും ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിന് നമ്മൾ എടുത്ത് കളയണം. രണ്ട് ഭാഗത്തുള്ളത് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്തിട്ട് ഓരോ ഭാഗത്തിലും നമ്മൾ മിനുസമുള്ള പ്രതലങ്ങൾ അവിടെ ഫിറ്റ് ചെയ്യുന്നു. ഇത് തൊടയെല്ലിലോട്ടിലേക്ക് എടുക്കുന്ന സ്റ്റെമ്മാണ്. ഈ സ്റ്റെമ്മിൻ്റെ മുകൾക്ക് നമ്മൾ ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഫിറ്റ് ചെയ്യും. അതാണ് ഹെഡ് ഓഫ് ദ സ്റ്റെം എന്ന് പറയും. നമ്മൾ മറ്റേ ഭാഗത്തേക്കുള്ളത് ക്ലിയർ ചെയ്ത സ്ഥലത്തേക്ക് ഒരു മെറ്റാലിക് ബേസ് വെച്ചിട്ട് അതിന് സ്ക്രൂ കൊണ്ട് ഫിക്സ് ചെയ്യുകയോ ചെയ്യും. അതിന് മുകൾക്ക് ഒരു മീത്തക്രിലേറ്റിൻ്റെ ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ ആ പ്രതലം വളരെ മിനുസമാക്കുകയും ചെയ്യും. ഈ നമ്മൾ വെച്ചിരിക്കുന്ന ആ സ്റ്റെമ്മ് സിമെൻറ്റോ ഒന്നും ഫിക്സ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ബോന് കയറിയിട്ട് ആ സ്റ്റെമ്മ് ബോനും എല്ലുമായിട്ട് നല്ല കൂടിയിട്ട് ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. ആ പ്രതലം തിരിച്ച് നമുക്ക് നല്ലൊരു മിനുസമുള്ള പ്രതലം കിട്ടിയതോടെ രോഗിയുടെ വേദനയ്ക്ക് മാറുകയും രോഗിക്ക് ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്നു. അതാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. ഇതേപോലെ തന്നെയാണ് മുട്ടിലും നമ്മൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ചെയ്യുന്നത്. നമ്മൾ ഹിപ്പിൻ്റെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് കണ്ടുവല്ലോ, അതുപോലെ തന്നെയാണ് മുട്ടിൻ്റെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും ചെയ്യൽ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വളരെ വൈറ്റായിട്ടുള്ള മിനുസമുള്ള കാർട്ടിലേജിൻ്റെ ലോസാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. കാർട്ടിലേജ് ലോസ് വന്നതോടെ ഈ രണ്ട് എല്ലുകൾ സന്ധികളിൽ അടുക്കുകയും രണ്ട് എല്ല് അടുത്ത് നിന്നതുകൊണ്ട് രോഗിക്ക് വളരെയധികം വേദന വരികയും മൂവ്മെൻറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മിനുസമുള്ള പ്രതലം ഉണ്ടാക്കാൻ വേണ്ടി എല്ലിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ഷേപ്പ് ചെയ്യുന്നു. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള ആ മിനുസമായിട്ടുള്ള പ്രതലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആ എല്ലിൻ്റെ അറ്റത്ത് വളർത്തുന്നു. എന്നാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന ആ മിനുസമായിട്ടുള്ള പ്രതലം എല്ലിൻ്റെ മുകളിൽ നിൽക്കുള്ളൂ. ഇതിലേക്ക് സാധാരണ സിമെൻറ്റ് നമ്മൾ വെച്ചിട്ടാണ് ഈ സാധനങ്ങളെ ഇവിടത്തേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് ടിബിയൽ ട്രേ എന്ന് പറയുക. ടിബിയൽ ട്രേ എന്ന് പറഞ്ഞാൽ താഴത്തെ കാലിൻ്റെ എല്ലിലേക്കുള്ള ഇതാണ്. പിന്നെ മുകളിലോട്ടേക്കുള്ള ഫീമറിനുള്ള ഇംപ്ലാന്റും. ഈ രണ്ട് സാധനങ്ങൾക്ക് ഇടയിൽ ഒരു പോളിമർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് പോലത്തെയുള്ള സാധനം, അത് രണ്ട് എല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കാനും അതിൻ്റെ ഇടയിലുള്ള മൂവ്മെൻറ്റ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്. സർ, ഇതുപോലെ ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് തീരുമാനമെടുത്തൊരു പേഷ്യൻ്റ് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് കൊണ്ട് നമ്മൾ 100% ആയിട്ട് രോഗിയുടെ ആ ജോയിൻറ്റിൻ്റെ എല്ലാ ഫങ്ഷനും നിലനിർത്താൻ പറ്റില്ല. അതാണ് രോഗി ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. രോഗിക്ക് ഇപ്പോഴുള്ള വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കും. രോഗിയുടെ മുട്ടിനോ അല്ലെങ്കിൽ ഇടുപ്പിനോ ഉള്ള വളവുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുകയും രോഗിയുടെ നടത്തം വളരെയധികം നന്നാവുകയും ചെയ്യും. മുട്ടിൻ്റെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രോഗിക്ക് മുട്ട് നല്ലോണം മടക്കുവാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് നമ്മൾ മുട്ട് മുഴുവനും മടക്കിയിട്ട് ഈ നിലത്ത് കുത്തിരിക്കുന്നത് പോലെയോ അങ്ങനെ ചെയ്യാൻ അനുവദിക്കാറില്ല. രോഗിക്ക് ഓപ്പറേഷന് ശേഷം 3-4 ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. രോഗീനെ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റോ ചെയ്താൽ അതേ ദിവസം വൈകിട്ട് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തൊട്ട് പേഷ്യൻറ്റിനെ നടത്തിക്കാൻ പറ്റും. 2-3 ദിവസം കൊണ്ട് രോഗിക്ക് തിരിച്ച് വീട്ടിലെത്താനും പറ്റും. പിന്നെ മുറിവുകളുടെ ചികിത്സയും മുറിവുകൾക്കുള്ള തുന്നെടുക്കലും സാധാരണഗതിയിൽ ഒരാഴ്ചയോ 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനുള്ള ആ ബ്യൂട്ടി അത് തന്നെയാണ്. വളരെയധികം വേദനയോട് കൂടി നടക്കുന്നൊരു മുട്ടിൻ്റെ വേദനയോ ഇല്ലെന്നെങ്കിൽ ഇടുപ്പിൻ്റെ വേദനയോ ഓപ്പറേഷൻ ചെയ്ത പിറ്റേ ദിവസം തൊട്ട് രോഗി കാര്യമായിട്ടുള്ള വേദന ഇല്ലാണ്ട് തന്നെ നടക്കാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് മുട്ടിന് വളരെയധികം വളവുള്ള ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓപ്പറേഷന് ശേഷം കാല് നിവർന്ന് നടക്കാനുള്ളൊരു സ്ഥിതിഗതിയും വരും. ഇതിൽ വളരെ അപൂർവമായിട്ട് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതും രോഗി ഓപ്പറേഷന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്നാമതായിട്ടുള്ളത് വളരെ റെയറായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുക.
ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ അതൊക്കെ കുറച്ച് ദിവസം കൂടി ഹോസ്പിറ്റലിൽ നിൽക്കലും കൊടുക്കേണ്ടിയും വരാറുണ്ട്. പിന്നെ ലോങ് ടേം എഫക്റ്റ്, നമ്മൾ തിരിച്ച് മാറ്റിവെച്ച മുട്ട് അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ എല്ല് പെർമനൻ്റായിട്ട് അവിടെ നിൽക്കില്ല, അതിലും തേയ്മാനം വരും. സാധാരണഗതിയിൽ ഒരു 15-20 വർഷം കഴിയുമ്പോൾ അതിലും തേയ്മാനം, മുട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ എല്ലിനും തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. സാർ, ഇപ്പോൾ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇതേപോലെ ജോയിൻറ്റ് പ്രിസർവേഷൻ സർജറി ഉണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് പറയാം. ആർത്രോസ്കോപ്പി വഴി ഇടുപ്പിൻ്റെ എല്ലിനാണെങ്കിലും മുട്ടിൻ്റെ എല്ലിനാണെങ്കിലും സന്ധിക്കാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതൊരു കീ ഹോൾ സർജറി കൊണ്ടാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ചെയ്യുന്നത് മുട്ടിൻ്റെ കാർട്ടിലേജ്, മുട്ടിൻ്റെ ഈ വെളുത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല, മിനുസായിരിക്കുന്ന കാർട്ടിലേജ് ചില ഭാഗത്ത് മാത്രം പോയിട്ടുണ്ടാവും. ആ പോയ സ്ഥലത്തേക്ക് മാത്രം നമ്മൾ കാർട്ടിലേജ് ഫിക്സ് ചെയ്ത് കൊടുക്കും. അതും കീ ഹോൾ സർജറി തന്നെയാണ്. അത് ഈ കാർട്ടിലേജ് എവിടുന്ന്? പേഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്? പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ തന്നെ. പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഈ ജോയിൻറ്റ് സന്ധി എല്ലുമായിട്ട് സന്ധിക്കുന്ന സ്ഥലത്തല്ലാത്ത ചില ഭാഗങ്ങളിൽ കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജിന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ആ കാർട്ടിലേജ് ലോസായ സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് മൊസൈക്ക് പ്ലാസ്റ്റി എന്ന് പറയുക. മൊസൈക്ക് പ്ലാസ്റ്റി, മൊസൈക്ക് പോലെ ഒരു പീസുകൾ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുന്നതാണ്. അതുകൊണ്ടും ആ കാർട്ടിലേജ് ലോസ് കൊണ്ടുണ്ടായിരിക്കുന്ന വേദനയും പേഷ്യൻറ്റിനുണ്ടായിരിക്കുന്ന അനക്കക്കുറവ്, സ്റ്റിഫ്നെസ്സും കുറഞ്ഞു കിട്ടും. ഇതാണ് രണ്ടാമത്തെ സർജറി. മൂന്നാമത്തെ സർജറി, ഇപ്പോൾ രോഗിയുടെ മുട്ടിന് വളരെയധികം വളവുണ്ട്, പക്ഷേ അതേ സമയത്ത് ചെറിയൊരു തേയ്മാനം വരുന്നുണ്ട്. ഈ രോഗിക്ക് കുറേ കാലം കഴിഞ്ഞാൽ ആ തേയ്മാനം വളരെയധികം കൂടും. അതിനുള്ള ചികിത്സയാണ് ആ വളവ് ശരിയാക്കുക. അതിനെയാണ് ഓസ്റ്റിയോട്ടമി എന്ന് പറയുന്നത്. വളവ് ശരിയാക്കിയിട്ട് കാല് നിവർത്തി കൊടുക്കലാണ് ആ സർജറി. ഇതുകൊണ്ടും രോഗിയുടെ ആ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രോഗ്രഷൻ കുറച്ചിട്ട് രോഗിക്ക് കുറേ കാലം വരെ ഇതേ ഒറിജിനലായിട്ടുള്ള ദൈവം തന്ന ആ മുട്ടുകൊണ്ട് തന്നെ കുറേ കാലം ജീവിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് പിന്നെയും നമുക്ക് നീട്ടി വെക്കാൻ സഹായകമാവും. സാർ, നേരത്തെ ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി വന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറയണ്ടായല്ലോ. ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഹിപ്പ് റിപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന രോഗികൾക്ക് നമ്മൾ തീർച്ചയായും ചെയ്യുന്ന കുറേ ടെസ്റ്റുകളുണ്ട്. അത് ആ ടെസ്റ്റുകൾ ജോയിൻറ്റിലുള്ള ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിലൊന്നാണ് ഡയബറ്റിസ്. ഡയബറ്റിസ് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ജോയിൻറ്റ് മാറ്റൽ ശസ്ത്രക്രിയ ചെയ്യാറുള്ളൂ. പിന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ പല്ലാണ്. അതുകൊണ്ട് പല്ലിലുള്ള ചെറിയ കാവിറ്റികളും അതിലുള്ള ഇൻഫെക്ഷനുകളും ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റിൻ്റെ സമയത്തും അത് കഴിഞ്ഞിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രോഗികൾക്ക് ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രോഗികളെ നമ്മൾ ഡെൻറ്റൽ കൺസൾട്ടേഷൻ വിടുകയും പല്ല് ക്ലീൻ ചെയ്യുക, എടുക്കാനുള്ള പല്ലുകൾ എടുക്കുക, അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പറേഷന് മുമ്പേ ചെയ്യും. മൂന്നാമത്തെ ഇൻഫെക്ഷനുള്ള ചാൻസ് കാതിൽ നിന്നാണ്, ഇയർ ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ എല്ലാ പേഷ്യൻസും ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റിന് മുമ്പ് നമ്മൾ ENT കൺസൾട്ടേഷൻ ചെയ്യുകയും ENT പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആദ്യം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റിന് പോകാറുള്ളൂ. പിന്നൊരു സാധാരണമായിട്ട് കാണുന്നത് പെണ്ണുങ്ങളുടെ അടുത്ത് മൂത്രത്തിലുള്ള പഴുപ്പാണ്, ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും പിന്നെ ഗൈനക്കോളജിക്കൽ ഇൻഫെക്ഷനുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ടോട്ടൽ റീപ്ലേസ്മെൻറ്റിന് ചെയ്യാൻ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് ഈ രോഗിക്ക് ഒരു ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റിന് നമ്മളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഈ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ പോകുള്ളൂ. ഇതിനൊരിക്കലും ഒരു എമർജൻസി സർജറി ആയിട്ട് ചെയ്യാൻ പാടില്ല, ചെയ്യേണ്ട കാര്യവുമില്ല. സാർ, ഇപ്പോൾ സന്ധിവാതത്തിന് കുറേ പേര് ഇഞ്ചക്ഷൻ തെറാപ്പി എടുക്കുന്നുണ്ട്, അത് എത്രത്തോളം ഇഫക്റ്റീവാണ്? സന്ധികൾക്ക് ഇഞ്ചക്ഷൻ 2 വിധത്തിൽ ചെയ്യാറുണ്ട്. ഒന്ന്, ആ വേദനയുള്ള സ്ഥലത്തേക്ക് ഉള്ള ആ ട്രിഗർ പോയിന്റ്, ഏതെങ്കിലും ഒരു ലിഗമെൻറ്റിനോ സന്ധിയുടെ അടുത്തുള്ള ലിഗമെൻറ്റിനോ ഉള്ള ട്രിഗർ പോയിന്റിലോട്ടേക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്.
രണ്ടാമതായിട്ട് സന്ധിയുടെ ഉള്ളിലേക്ക് ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ സന്ധിയുടെ ഉള്ളിലുള്ള ദ്രാവകം ആ സൈനോയിൽ ഫ്ലൂയിഡിൻ്റെ ഒരു കൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഏർലി സ്റ്റേജസ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ വളരെ പ്രാരംഭ സ്റ്റേജുകളിൽ ഈ ഹൈലറോണിക് ആസിഡിൻ്റെ ഇഞ്ചക്ഷനുകൾ രോഗിക്ക് വളരെ ഗുണം ചെയ്യലുണ്ട്. ഇപ്പോൾ സന്ധികൾക്ക് പല സന്ധികൾക്കും ഇഞ്ചക്ഷൻ കൊടുക്കലുണ്ട്. അതിലിപ്പോൾ മുട്ടിൻ്റെ ഇല്ലെങ്കിൽ നീ ജോയിൻറ്റിൻ്റെ ഉള്ളിലോട്ടേക്കുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകൾ ഇപ്പോൾ ആരും കൊടുക്കാറില്ല. അത് കൊടുത്തതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനും കൂടുതൽ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാവാനും ഇവിടെ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ സന്ധികൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ഷോൾഡറിൻ്റെ അടുത്തുള്ള എക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റുകൾക്ക് ഇല്ലെങ്കിൽ ഷോൾഡറിൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറികൾക്ക് അതിലൊക്കെ കൊടുക്കലുണ്ട്. ഞാനൊരു എക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് ആ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള നീർക്കെട്ടും ഇൻഫ്ലമേഷനും കുറഞ്ഞു കിട്ടുകയും രോഗിക്ക് വേദന സംഹാരണം ആയി കിട്ടുകയും ചെയ്യും. പക്ഷേ അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരിക്കുന്ന ഹിപ്പിലോ അല്ലെങ്കിൽ ഇടുപ്പിലോ ഇഞ്ചക്ഷൻ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ ഉള്ള കാർട്ടിലേജും ചീത്താവുമെന്ന് മാത്രമല്ല ആ രോഗിക്ക് ആ ഇഞ്ചക്ഷനിൽ കൂടി ആ സന്ധിയിലേക്ക് ഇൻഫെക്ഷൻ വരാനും പിന്നെ ഭാവിയിൽ ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റ് ബുദ്ധിമുട്ടാവാനുമുള്ള സാധ്യതയുണ്ട്. സാർ, ഇപ്പോൾ ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയുണ്ടായല്ലോ. അതിൻ്റെ ഒരു ഇഫക്റ്റ് പേഷ്യൻ്റ് എത്ര കാലത്തോളം കിട്ടും? ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ കൊണ്ട് ഉറപ്പായിട്ടും രോഗിക്ക് ഇഫക്റ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ചില രോഗികൾക്ക് ഇഫക്റ്റ് കിട്ടും. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം 4-5 ഇഞ്ചക്ഷൻ്റെ ഒരു കോഴ്സ് കൊടുക്കും. അത് മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗിക്ക് ഒരു 3 മാസം 4 മാസം കൊണ്ട് ചില രോഗികളിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണലുണ്ട്. അതിനോട് കൂടി ഇതൊരു നമ്മൾ ഏർലി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതോടുകൂടി രോഗിയുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, വെയിറ്റ് കുറക്കുക, അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലോങ് ടേമിലേക്ക് രോഗിക്ക് നല്ല ഗുണം കിട്ടാനുള്ള ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഒരു ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റ് എന്നുള്ള സർജറി കഴിയുന്നതും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതത്തെക്കുറിച്ച് സാർ ഇത്ര വിശദമായി പറഞ്ഞതിന് വളരെയധികം നന്ദി സാർ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടതുപോലെ സന്ധിവാതം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന രോഗാവസ്ഥയിൽ വെറും വേദന സംഹാരികൾ കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ചികിത്സാ രീതിയായിട്ടുള്ളത്. അതല്ലാതെ ഇഞ്ചക്ഷൻ, അതായത് ഹൈലറോണിക് ആസിഡ് തുടങ്ങിയ വസ്തു നമ്മുടെ സന്ധികൾ ഇഞ്ചക്റ്റ് ചെയ്യുക, ഇനി അതല്ലെങ്കിൽ ചെറിയൊരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ തന്നെ പേഷ്യൻസിന് വേദനയിൽ കാര്യമായ പുരോഗതി നമ്മൾ കാണാറുണ്ട്. ഇനി ഇതൊന്നും ഫലവത്തായില്ലെങ്കിൽ ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് സർജറി, ടോട്ടൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി, നമ്മുടെ മുട്ട് അല്ലെങ്കിൽ ഇടുപ്പ് തുടങ്ങിയ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുകയാണെങ്കിൽ പേഷ്യൻ്റ് ഒരു സാധാരണ രീതിയിലൊരു ജീവിതശൈലിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന്. ഇനി ഈ സർജറി ചെയ്ത ശേഷം പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പുതിയൊരു നമ്മൾ കേട്ടതുപോലെ ഒരു ചെവിയിലൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അഥവാ ഇനിയൊരു പല്ലിലൊരു ചെറിയൊരു പല്ല് കേടോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ പേഷ്യൻ്റ് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും എല്ലാവർക്കും മനസ്സിലായെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.